ഇനി നമുക്ക് ഒരു രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെയാണ് അഡീഷൻ ചെയ്യണമെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിന് നമുക്ക് വേണ്ടത് 3 മെട്രിക്സ് അറകളാണ്. അതായത് രണ്ടെണ്ണം നമ്മളുടെ ആഡ് ചെയ്യാനുള്ള എലമെൻറ്റ്സ്, മൂന്നാമത്തേത് നമുക്ക് ഈ ആഡ് ചെയ്തിട്ടുള്ള സമ്മ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെട്രിക്സ്. അങ്ങനെ 3 മെട്രിക്സുകൾ ആദ്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ 2x2 മെട്രിക്സുകളുടെ അഡീഷൻ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഞാൻ എല്ലാം എക്സാമ്പിളും 2x2 കാണിക്കണമെന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഇൻപുട്ട് കുറച്ച് ഇൻസർട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടിയും വലിയ എക്സാമ്പിൾസ് ഇട്ട് നോക്കിക്കോ. ഇവിടെ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു 3 വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇൻ്റ് എന്നും പറഞ്ഞിട്ട് ഞാൻ ടൈപ്പ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മെട്രിക്സിന് എ എന്നാണ് പേര് കൊടുക്കുന്നത്. റോയും കോളവും നമ്മൾ 2 തന്നെയാണ് എല്ലാത്തിനും കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിയും നമ്മൾ സെക്കൻഡ് മെട്രിക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് സം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ മെട്രിക്സിൻ്റെ സമ്മ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെട്രിക്സും കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ എല്ലാം ആവശ്യമുള്ള മെട്രിക്സ് ഒക്കെ ഡിക്ലെയർ ചെയ്ത് ഇനി നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണ പ്രൊസീജിയറിലേക്ക് പോവാം. ആദ്യം ഫസ്റ്റ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യണതിൻ്റെ ഫോർ ലൂപ്പ് എഴുതിയാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സെയിം പരിപാടി തന്നെ. ഇവിടെ ജസ്റ്റ് നമ്മളൊരു റോ വെച്ചിട്ടാണ് ഫസ്റ്റ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ ലൂപ്പിൻ്റെ അകത്താണ് കോളത്തിൻ്റെ ഫോർ ലൂപ്പ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പ് നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് ഇൻറ്റ് റോ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എന്നിട്ട് റോ ലെസ് ദാൻ 2 കൊടുത്ത് നമ്മൾ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുന്നു. ആൻഡ് ഫൈനലി നമ്മൾ റോയുടെ വാല്യൂ ഓരോ ഇറ്ററേഷനിൽ ഇൻക്രിമെൻറ്റ് ചെയ്യാനും പറഞ്ഞ് കോൺഫിഗർ ചെയ്ത്. ഇനി ഈ ഒരു ലൂപ്പ് നമ്മൾ കേർലി ബ്രാക്കറ്റ് വെച്ചിട്ട് അതിൻ്റെ ബോഡി ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ അകത്ത് നമ്മൾ കോളത്തിൻ്റെ ഫോർ ലൂപ്പ് പറഞ്ഞു കൊടുക്കണം. അതും ഈ സെയിം സ്പെസിഫിക്കേഷൻ തന്നെ ഇൻറ്റ് കോൾ ഈക്വൽ ടു 0 എന്നും പറഞ്ഞിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് 0th ഇൻഡെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കോള് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0യും 1ഉം മാത്രമേ നമ്മൾക്ക് റീഡ് ആവത്തുള്ളൂ, സെക്കൻഡ് ഇൻഡെക്സ് റീഡ് ആവത്തില്ല. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേരിയബിൾ നമ്മൾ ഓരോ ഐട്രേഷനിലും ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കോൾ പ്ലസ് പ്ലസ് കൊടുത്തിട്ടുണ്ട്. ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ നമ്മൾ അവിടെ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലൂപ്പിൻ്റെ ബോഡി കർലി ബ്രാക്കറ്റ് വെച്ച് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു സി ഔട്ട് മെസ്സേജ് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ എൻ്റർ എലമെൻറ്റ് ഫോർ മെട്രിക്സ് എ എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി 2 മെട്രിക്സുകളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഇനി എന്നിട്ട് നമ്മൾ എൻ്റർ പ്രസ് ചെയ്തിട്ട് സീൻ ചെയ്യാണ്. സീനിൽ നമ്മൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ആ ഒരു ഇത് ഓപ്പൺ ചെയ്ത് എ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് ഐ അല്ല സോറി റോ. നമ്മൾ സാധാരണ എല്ലാത്തിലും ലൂപ്പിൽ ഐയും ജെയും യൂസ് ചെയ്തതുകൊണ്ട് എപ്പോഴും അതായിരിക്കും തലയിൽ കയറി വരുന്നത്. അപ്പോൾ നമ്മൾ റോ പിന്നെ അടുത്ത സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കോൾ എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. റോയും കോളും ആ ഒരു ഇൻഡെക്സ് നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആ ഒരു മെട്രിക്സ് ഇൻപുട്ട് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ലൂപ്പിൻ്റെ അകത്ത് തന്നെ സെക്കൻഡ് അറേയുടെ അടുത്ത ക്വസ്റ്റ്യനായിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് ഇൻപുട്ട് ചെയ്യാൻ നേരത്ത് കൺഫ്യൂഷൻ ആവണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ഈ ഒരു ലൂപ്പ് തന്നെ ഒന്നുകൂടിയും കോപ്പി ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്തിട്ട് പ്രസ് ചെയ്യുന്നു. ഇവിടെ വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ആകെപ്പാടെ ആ ഒരു സി ഔട്ടിൻ്റെ അവിടെ എ മാറ്റിയിട്ട് ബി ആക്കുന്നു. അതേപോലെ സീൻ്റെ അവിടെ നമ്മൾ മെട്രിക്സ് എ എന്നുള്ളത് മാറ്റിയിട്ട് ബി എന്നാക്കുന്നു. അങ്ങനെ നമ്മൾ ഒറ്റയടിക്ക് 2 മെട്രിക്സുകളുടെയും ഡാറ്റ ഇൻപുട്ട് ചെയ്യുന്ന അത്രയും പാർട്ട് നമ്മൾ ക്ലിയർ ചെയ്ത്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഫോർ ലൂപ്പ് എഴുതാം.
ഈ ലാസ്റ്റത്തെ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ സെയിം ഫോർ ലൂപ്പ് തന്നെയാണ്. ജസ്റ്റ് ആ നേരത്തെ കോപ്പി ചെയ്ത ഫോർ ലൂപ്പ് ഒന്നുകൂടി പേസ്റ്റ് ചെയ്യുക. ഇവിടെ വന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സി ഔട്ട് നമ്മൾ എടുത്ത് കളയാണ് തൽക്കാലത്തേക്ക്. സി ഔട്ടും സി എന്നും കളയാണ്. നമുക്ക് സ്ക്രാച്ച് എന്ന് എഴുതാം. നമുക്ക് മൂന്നാമത്തെ അറേ എന്ന് പറയുന്നത്, ഓക്കെ ഇവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മൂന്നാമത്തെ ആ ഒരു മെട്രിക്സിൻ്റെ പേര് സം എന്നാണ്. അപ്പോൾ നമ്മൾ ഓരോ മെട്രിക്സിലെ എലമെൻറ്റ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഈ സമ്മിൻ്റെ ആ കറസ്പോണ്ടിങ് എലമെൻ്റായിട്ട് ഇൻസേർട്ട് ചെയ്യണം. അതിന് ഞാൻ ടൈപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സമ്മ്, എന്നിട്ട് റോ സ്ക്വയർ ബ്രാക്കറ്റിൽ ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ അത് മെൻഷൻ ചെയ്തു, സെക്കൻഡ് സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ കോള് മെൻഷൻ ചെയ്തു, എന്നിട്ട് ഈക്വൽ ടു എ ഓഫ് റോ, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ കോള് നമ്മൾ വിളിച്ച് ഇനി അതേപോലെ തന്നെ ബിയുടെയും കോൾ ചെയ്യുക. ബി ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് റോ, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ കോള്, സെമിക്കോളൻ ഇടുക. ഇപ്പം നമ്മൾ സം അതനുസരിച്ചിട്ട് സ്റ്റോർ ചെയ്തു ആ ഒരു വേരിയബിളിലേക്ക്. സം എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു. ഇനി സി ഔട്ട് ചെയ്യുക. സി ഔട്ടിൽ ജസ്റ്റ് ഈ ഒരു സമ്മിൻ്റെ ആ കറക്റ്റ് ഇൻഡെക്സ് നമ്മൾ വെറുതെ പ്രിൻ്റ് ചെയ്ത് പോവുക. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഡെക്കറേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഫോർമാറ്റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു /t ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കോളത്തിൻ്റെ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒരു സി ഔട്ട് ടൈപ്പ് ചെയ്ത് എൻഡെല്ലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു റോ കഴിയുമ്പോൾ അടുത്ത ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റത്തെ മെട്രിക്സിനൊക്കെ ഒരു 10 കൊടുക്കുകയാണ്. 10, 20, 30, 40 എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ സെക്കൻഡ് മെട്രിക്സിൻ്റെ ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് 5 വെച്ചിട്ട് വല്ലതും കൊടുക്കാം. 5, 10, 15, 20 എന്നിട്ട് നമുക്ക് എൻ്റർ ചെയ്തപ്പോൾ കറക്റ്റ് നമ്മുടെ ആ ഒരു വാല്യൂ സമ്മ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് എലമെൻറ്റ് 10ഉം 5ഉം ആഡ് ചെയ്തിട്ടുള്ളത് 15 ഇവിടെ പ്രിൻ്റ് ആയി വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് എലമെൻറ്റ് 20ഉം 10ഉം അത് ഇതിവിടെ 30 പ്രിൻ്റ് ആയി വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് മെട്രിക്സിൻ്റെ അഡീഷൻ ചെയ്യേണ്ടത്. സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ ഇതിനേലും എളുപ്പമാണ്. ഈ പ്ലസ് മാറ്റിയിട്ട് അവിടെ മൈനസ് ആക്കിയാൽ മതി. മൾട്ടിപ്ലിക്കേഷൻ്റെ അവിടെ ഒരു ചെറിയ ക്യാച്ച് ഉണ്ട്. അതായത് നമുക്ക് സെയിം സൈസിലുള്ളത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു റൂൾ ഉണ്ടല്ലോ, റോയും കോളവും സെയിം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ ഒരു കണ്ടീഷൻ മാത്രമാണ് മൾട്ടിപ്ലിക്കേഷനിലൊരു കോംപ്ലിക്കേഷൻ പോലെ വരുന്നത്. പക്ഷെ ബാക്കിയെല്ലാം സ്റ്റെപ്സ് ഏറെക്കുറെ ഇതേപോലെ തന്നെയാണ്. അത് വേണമെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്സ് എല്ലാം കവർ ആയതിനു ശേഷം ലാസ്റ്റ് ഒന്ന് സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.